നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വിജയപുരം പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ഇടത് സ്ഥാനാർത്ഥിയുടെ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം. മേറ്റന്റെ നിർദ്ദേശം വിവാദമായി. തൊഴിലാളികളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി. കോട്ടയം മള്ളുശ്ശേരിയിലെ മാലിന്യം തള്ളലിന് പരിഹാരം കണ്ട് നാട്ടുകാർ. മാലിന്യം തള്ളുന്ന കുഴിക്ക് ചുറ്റും വല കെട്ടി പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ വെച്ചു. ശബരി എയർപോർട്ട് പബ്ലിക് ഹിയറിംഗ് ഈ മാസം 15-ന് എരുമേലിയിൽ. ഹിയറിംഗ് നടത്തുന്നത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. വാർത്തകൾ വിശദമായി. വിജയപുരം പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ഇടത് സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ നിർദ്ദേശം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മേറ്റാണ് നിർദ്ദേശം നൽകിയത്. ഈ നിർദ്ദേശം വിവാദത്തിലേക്ക് എത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി പറഞ്ഞു. വിജയപുരത്ത് ഇടത് സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മേറ്റ് നിർദ്ദേശം നൽകിയത് വിവാദമാകുന്നു. പഞ്ചായത്തിലെ 9-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നിർദ്ദേശം ലഭിച്ചത്. മെമ്പർ പറഞ്ഞതനുസരിച്ചാണ് സന്ദേശം അയച്ചതെന്നാണ് മേറ്റിന്റെ ചുമതലയുള്ള ജ്യോതി വിശദീകരിക്കുന്നത്. പര്യടനമുണ്ടെന്നും അതിനാൽ പണിക്ക് കയറേണ്ടെന്നുമാണ് തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയത്. ജോലിക്ക് കയറിയതായി രേഖപ്പെടുത്തിയ ശേഷം തോമസ് ചാഴികാടന്റെ സ്വീകരണത്തിന് പോകാൻ നിർദ്ദേശം നൽകി. അതേസമയം തൊഴിലുറപ്പ് തൊഴിലാളികളെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി ആരോപിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വാർഡിലെ ഗ്രൂപ്പിൽ മേറ്റ് ഇന്നലെ ഇട്ടൊരു സന്ദേശമാണ് രാവിലെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ആരും ഉച്ചവരെ പണിക്കിറങ്ങേണ്ട, ചാഴിക്കാടിന് വേണ്ടി സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പഞ്ചായത്ത് മെമ്പറുടെ നിർദ്ദേശമുണ്ടെന്നും പറഞ്ഞൊരു വോയിസ് മെസ്സേജ് കേൾക്കുകയും അന്നേരം തന്നെ ഞാനത് ഇതിൻ്റെ ചാർജുള്ള AE വിളിച്ച് ഇത് ചട്ടവിരുദ്ധമാണെന്ന് നിർദ്ദേശത്തിന് തുടർന്നാണ് അവർ ജോലിക്ക് കയറി രാവിലെ. എങ്കിൽ പോലും ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കുന്നത്, തൊഴിലുറപ്പ് തൊഴിലാളികളെ രാഷ്ട്രീയവൽക്കരിച്ച് അതിന് നേട്ടമുണ്ടാക്കുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മുന്നണിക്കും അനുയോജ്യമല്ല. അവരെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അറിവുകളില്ല. അവരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഇത്തരം പരിപാടികൾ പലപ്പോഴും ഇടതുപക്ഷ നേതാക്കളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് നവകേരള സദസ്സിന് ആളെ കൂട്ടുന്നതിന് വേണ്ടി മെസ്സേജ് ഇട്ടു. അന്ന് ഞാൻ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം നിർദ്ദേശം നൽകിയെങ്കിലും തൊഴിലാളികളെല്ലാം തന്നെ ജോലിക്ക് ഹാജരായെന്നും സ്വീകരണ യോഗത്തിന് പോയിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മള്ളുശ്ശേരിയിൽ റോഡരികിലെ മാലിന്യം തള്ളലിൽ പൊറുതിമുട്ടിയ നാട്ടുകാർ രണ്ടും കൽപ്പിച്ചിറങ്ങി. മാലിന്യം തള്ളുന്ന കുഴിക്ക് ചുറ്റും വല വലിച്ചുകെട്ടി മറച്ചു. കൂടാതെ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറയും വെച്ചു. കോട്ടയം നഗരസഭ കൈയൊടിഞ്ഞതോടെയാണ് നാട്ടുകാർ മുന്നിട്ടിറങ്ങിയത്. കോട്ടയം ചുങ്ക മള്ളുശ്ശേരിയിലെ മാലിന്യം തള്ളൽ കേന്ദ്രമാണ് നാട്ടുകാർക്ക് ശല്യമായിരുന്നത്. മള്ളുശ്ശേരി ശ്മശാനം റോഡിന്റെ വശത്തെ വലിയ കുഴിയിൽ വൻതോതിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളിയിരുന്നു. ദുർഗന്ധം മൂലം നാട്ടുകാർക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ലായിരുന്നു. വൻതോതിൽ അറവു മാലിന്യം തള്ളിയതോടെ ദുർഗന്ധം രൂക്ഷമായി. മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള വീട്ടുകാർക്കും ഇവിടെ കഴിഞ്ഞുകൂടാൻ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല, ഇവരിൽ പലർക്കും ഇവിടെ നിന്നുള്ള ദുർഗന്ധം മൂലം അസുഖങ്ങളും പിടിപെട്ടിരുന്നു. നഗരസഭയോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്ന് നാട്ടുകാർ ചേർന്ന് കുഴി വല കെട്ടി മറച്ചു. മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. BJPയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ദൃശ്യമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കൊടുക്കുകയും അങ്ങനെ ഞങ്ങൾ ജനങ്ങളുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുമായിട്ട് ഒരു മൊത്തത്തിലുള്ളൊരു കൂട്ടായ്മയുടെ ഫലമായിട്ട് ഇപ്പോൾ ഇവിടെ 2 CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ നെറ്റ് വലിച്ചു കെട്ടി വീണ്ടും അതിലേക്ക് ഇനി മാലിന്യം ഇടാതിരിക്കാനുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് ഇപ്പോഴത്തെ നിധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അങ്ങനെ ഒരു മാലിന്യം ഇടാനായിട്ടുള്ള ഒരു 3 ദിവസത്തോളം 3-4 ദിവസം ഇത് കെട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം നല്ലൊരു ഫണ്ടിൻ്റെ കാരണം ഇതൊരു ചെറിയ ഫണ്ടിൽ. അതേസമയം വല കെട്ടിയ ഭാഗം റോഡിടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. സ്ഥലം പരിചയമില്ലാതെ വരുന്നവർ കുഴിയിലേക്ക് വീഴാനും സാധ്യതയുണ്ട്. റോഡിന് സംരക്ഷണ ഭിത്തി കെട്ടണമെന്നും നാട്ടുകാർ നഗരസഭയോട് ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരി വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി പൊതുജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായുള്ള പബ്ലിക് ഹിയറിംഗ് ഈ മാസം 15-ന് നടക്കും. പകൽ 11:30-ക്ക് എരുമേലി അസംപ്ഷൻ പാരിഷ് ഹാളിലാണ് പരിപാടി. എരുമേലി ശബരി എയർപോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി പൊതുജനങ്ങളുടെ ആശങ്കകൾക്ക് മറുപടി നൽകാനുള്ള പബ്ലിക് ഹിയറിംഗ്
ഈ മാസം 15-ന് എരുമേലി അസംഷൻ പാരിഷ് ഹാളിൽ നടക്കും. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡാണ് ഹിയറിംഗ് നടത്തുന്നത്. നാട്ടുകാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കും. നിർമ്മാണ അനുമതിക്ക് ഈ റിപ്പോർട്ട് പ്രധാന ഘടകമാണ്. 3.34 ലക്ഷം റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ 3.58 ലക്ഷം മരങ്ങളാണ് ഇവിടെ നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരിക. ഇവിടുത്തെ ഹരിത കവചം ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ പകരം 856 ഏക്കറിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കും. നിർമ്മാണത്തിലേക്ക് 2569.59 ഏക്കർ നിരപ്പാക്കേണ്ടി വരും. അവശിഷ്ടങ്ങൾ എവിടേക്ക് മാറ്റും, എങ്ങനെ സംസ്കരിക്കും തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തതയുണ്ടാകണം. നിർമ്മാണ വേളയിലും പിന്നീടും മണിമലയാർ വറ്റുന്ന സാഹചര്യത്തിൽ പകരം ജലസാധ്യത, പുതിയ ഗതാഗത സംവിധാനം തുടങ്ങിയവയ്ക്കും പരിഹാരമുണ്ടാകും. എയർപോർട്ട് നിർമ്മിക്കാൻ ഏറ്റെടുക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൽ 221 കുടുംബങ്ങളിലായി 875 പേരും പുറത്ത് 162 വീടുകളിലായി 1441 പേരും താമസിക്കുന്നുണ്ട്. 149 വീടുകൾ ഏറ്റെടുക്കേണ്ടി വരും. 117 കിണറുകൾ നികത്തേണ്ടിയും വരും. വിവിധ വിഭാഗങ്ങളുടെ 6 ആരാധനാലയങ്ങളും ഏറ്റെടുക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, എരുമേലി. കഞ്ചാവുമായി യുവതിയും യുവാവും കോട്ടയത്ത് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. കോട്ടയം പെരുമ്പായിക്കാട് സ്വദേശി അമീർ, തിരുവനന്തപുരം സ്വദേശി ഷീജ PR എന്നിവരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും 4.075 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. കോട്ടയം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നാണ് ഇന്നലെ കഞ്ചാവുമായി ഇവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. കോട്ടയം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G. ഉദയകുമാറും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പാലാ പോണാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ചൂട്ടുപടയണി നടന്നു. വ്രതശുദ്ധിയോടെയാണ് ഭക്തർ പങ്കാളികളായത്. പാലാ പോണാടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചൂട്ടുപടയണി ഗ്രാമത്തെ വിശ്വാസപ്രഭയിൽ ആറാടിച്ചു. ശ്രീകോവിലിൽ നിന്ന് ഭദ്രദീപം തെളിച്ച് കറ്റിയിലേക്ക് അഗ്നി പകർന്നു കൊടുക്കുന്നതോടെയാണ് ചൂട്ടുപടയണിക്ക് ആരംഭം കുറിക്കുന്നത്. മെടഞ്ഞ ചൂട്ടുകറ്റകളാണ് ചൂട്ടുപിടിക്കാനായി ഉപയോഗിക്കുന്നത്. കത്തിച്ച ചൂട്ടുകറ്റകളുമായി പടയണിയെടുക്കുന്നവർ ക്ഷേത്രത്തിന് 3 പ്രാവശ്യം പള്ളി നായാട്ട് വിളിച്ച് പ്രദക്ഷിണം വയ്ക്കുന്നു. തുടർന്ന് ക്ഷേത്രം മൈതാനിയിലേക്ക് ഇറങ്ങുന്നു. മെടഞ്ഞ ചൂട്ടുകൾ കത്തിച്ച് പടയണിയിൽ പങ്കെടുക്കുന്നവരുടെ ശരീരം ചൂടാക്കുന്നു. നന്നായി ചൂടായ ശരീരം വിയർത്തു കഴിഞ്ഞാൽ കനലുകൾ വീണാൽ ശരീരം പൊള്ളുകയില്ല. ഈ സമയം നായാട്ടുവിളി നടക്കും. തുടർന്ന് ആ തിത്തൈ താളത്തിൽ കത്തിച്ച ചൂട്ടുകൾ ഉയരത്തിൽ ചാടി തമ്മിൽ പരസ്പരം അടിക്കുന്നു. കത്തിച്ച് ബാക്കിയാകുന്ന ചൂട്ടുകൾ ഒരുമിച്ച് കൂട്ടിയിടുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ഭസ്മം ആദ്യം പടയണിയെടുത്തവർ നെഞ്ചിൽ ചാർത്തുന്നു. തുടർന്ന് ഭക്തജനങ്ങളെല്ലാം തന്നെ നെറ്റിയിൽ ഭസ്മം ചാർത്തും. ഇതോടെ പ്രസിദ്ധമായ ചൂട്ടുപടയണിക്ക് സമാപനമാകും. കേരളത്തിൽ അപൂർവം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ആചാരമാണ് ഇത്. വളരെ പ്രശസ്തവും പ്രസിദ്ധവുമാണ് ഈ അനുഷ്ഠാനം. ചൂട്ടുപടയണി നടത്തുന്നത് മീനഭരണി നാളിലാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. സംസ്ഥാനത്ത് വീണ്ടും സ്വർണം റെക്കോർഡ് വിലയിൽ. പവന് 80 രൂപ വർദ്ധിച്ച് 52,960 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് വിപണി വില 6,620 രൂപയാണ്. ആഗോളതലത്തിൽ സ്വർണവിലയിലുണ്ടായ വർധനയും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആൾക്കാർ എത്തിയതുമാണ് വില ഉയരാൻ കാരണം. അരുവിത്തുറ പള്ളിയിൽ വല്യച്ഛന്റെ തിരുനാൾ ഏപ്രിൽ 15 മുതൽ മെയ് 3 വരെ നടക്കും. ഏപ്രിൽ 22-നാണ് കൊടിയേറ്റ്. അന്നേ ദിവസം വൈകുന്നേരം 6:30-ക്ക് 101 പൊൻകുരിശുകളുമായി നഗരപ്രദക്ഷിണം നടക്കും. ഏപ്രിൽ 15 മുതൽ 21 വരെ ദിവസവും രാവിലെ 5:30-നും 6:30-നും 7:30-നും വൈകുന്നേരം 7 മണിക്കും വിശുദ്ധ കുർബാനയും നൊവേനയും നടക്കും. ഏപ്രിൽ 22-ന് വൈകുന്നേരമാണ് കൊടിയേറ്റ്. വൈകുന്നേരം 4 മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. 6:30-ന് 101 പൊൻകുരിശുകളുമായി നഗരപ്രദക്ഷിണം നടക്കും. ഏപ്രിൽ 23-ന് രാവിലെ 5:30-നും 6:45-നും 8 മണിക്കും വിശുദ്ധ കുർബാന അർപ്പിക്കും. 9:30-ക്കാണ് തിരുസ്വരൂപ പ്രതിഷ്ഠ. 10 മണിക്ക് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് സുറിയാനി കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. പ്രധാന തിരുനാൾ ദിവസമായ ഈ മാസം 24-ന് രാവിലെ 10:30-ക്ക് സീറോ മലബാർ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ റാസയും 12:30-ന് പ്രദക്ഷിണവും നടക്കും. ഇടവകക്കാരുടെ തിരുനാൾ ദിനമായ 24-ന് വൈകുന്നേരം 7 മണിക്കാണ് തിരുസ്വരൂപ പുനഃപ്രതിഷ്ഠ. 8-ാമിടമായ മെയ് 1-ന് രാവിലെ 5:30, 6:45, 8 മണി, 10:30, 12, 1:30, 2:45,
എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാനയും നൊവേനയും അർപ്പിക്കും. ഏപ്രിൽ 22-ന് കൊടിയേറ്റിനും പുറത്തു നമസ്കാരത്തിനും ശേഷം പള്ളിയിൽ നിന്നും വടക്കേക്കര കുരിശുപള്ളിയിലേക്ക് 101 പൊൻകുരിശുമേന്തി വിശ്വാസ പ്രഖ്യാപന പ്രദക്ഷിണം ഉണ്ടായിരിക്കുമെന്ന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ, കൈക്കാരന്മാരായ തോമസ് കുന്നക്കാട്ട്, ജോസുകുട്ടി കരോട്ടുപുള്ളൂരിൽ, പ്രിൻസ് പോർക്കാട്ടിൽ, ടോം പെരുന്നിലം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം പ്രധാന തിരുനാൾ ദിനങ്ങളായ ഏപ്രിൽ 22 മുതൽ 25 വരെയുള്ള ദിവസങ്ങൾ, ഈ ദിവസങ്ങളിൽ തിരുനാളിൻ്റെ പ്രധാന ദിനങ്ങളാണ്. തിരുക്കർമ്മങ്ങൾ ഏറെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ നടത്തുന്നുമുണ്ട്. സ്വർണ്ണക്കുരിശ് വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും അതോടൊപ്പം തന്നെ പള്ളിയുടെ കുരിശ് ചുറ്റിയുള്ള 23, 24 ദിനങ്ങളിലെ പ്രദക്ഷിണവും ഏറെ ശ്രദ്ധേയമാണ്. 23-ാം തീയതിയിലെ പ്രദക്ഷിണം വൈകിട്ടും 24-ാം തീയതിയിലെ പ്രദക്ഷിണം ഉച്ചയ്ക്കുമാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. കാർ നിയന്ത്രണം വിട്ട് കലുങ്കിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. അമ്പാറ സ്വദേശികളായ രാജീവ്, ലത, ജിത്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ഇവരെ ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലാ ഭരണങ്ങാനം റൂട്ടിൽ അമ്പാറ ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടായത്. വേൾഡ് മലയാളി കൗൺസിൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രളയകാലത്ത് വീട് നഷ്ടപ്പെട്ടവർക്കും നിർധനർക്കുമായി നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽ ശനിയാഴ്ച കൈമാറും. കടപ്ലാമറ്റം മാറിടം സേക്രഡ് ഹാർട്ട് ദേവാലയത്തിന് എതിർവശത്തുള്ള 1 ഏക്കർ 5 സെന്റ് സ്ഥലത്താണ് 12 വീടുകൾ നിർമ്മിച്ചത്. മന്ത്രി VN വാസവൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിൽ വീട് 12 വീട് ഓൾറെഡി പൂർത്തിയായി. ബാക്കിയുള്ളത് അടുത്ത സെക്കൻഡ് ഫേസിൽ നടക്കും. അതാണ് ഈ സാറ്റർഡേ നമ്മൾ വിതരണം ചെയ്യാൻ പോകുന്നത്. ചിത്രകല അധ്യാപന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന ചിത്രകാരൻ RK ചന്ദ്രബാബു കേരളത്തിലുടനീളം 25 സ്കൂളുകളിലായി 25 സൗജന്യ ചിത്രകലാ ക്യാമ്പ് നടത്തുന്നു. ക്യാമ്പിന്റെ ഉദ്ഘാടനം നെച്ചിപ്പുഴൂർ ദേവിവിലാസം NSS സ്കൂളിൽ നടന്നു. ചന്ദ്രബാബു ചിത്രകലാ അധ്യാപകനായിട്ട് 25 വർഷം തികയുകയാണ്. ഇതോടനുബന്ധിച്ച് കേരളത്തിലെ 25 സ്കൂളുകളിൽ 25 കുട്ടികളെ വീതം അണിനിരത്തി 25 ചിത്രകലാ ക്യാമ്പുകളാണ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം നെച്ചിപ്പുഴൂർ ദേവിവിലാസം NSS LP സ്കൂളിൽ നടന്നു. തൃശൂർ ഫൈനാൻസ് കോളേജിൽ നിന്ന് ചിത്രകലയിൽ ബിരുദം നേടിയിട്ടുണ്ട് ഇദ്ദേഹം. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ അധ്യാപകനുമാണ്. ടീച്ച് ആർട്ട് എന്ന സംഘടനയുടെ കോർഡിനേറ്ററായ ചന്ദ്രബാബു കോവിഡ് കാലഘട്ടത്തിൽ 2000-ലേറെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഓൺലൈൻ ചിത്രകലാ പരിശീലനം നൽകി ശ്രദ്ധേയനായിരുന്നു. ഇവിടം കൊണ്ടും തീരുന്നില്ല ഈ കലാകാരന്റെ രചനാ വൈവിധ്യം. ജയിലുകളിലും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും HIV, ഓട്ടിസം രോഗികൾക്കായും സ്പെഷ്യൽ സ്കൂളുകൾക്കായും തെരുവിൽ ജീവിക്കുന്നവർക്കുമൊക്കെ സൗജന്യ ക്യാമ്പുകൾ നടത്തുന്നു. ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പേപ്പർ മുതൽ ക്രയോൺസും മറ്റ് നിറങ്ങളുമൊക്കെ സൗജന്യമായി വിതരണം ചെയ്തുകൊണ്ടാണ് കുട്ടികളെ ചിത്രകല അഭ്യസിപ്പിക്കുന്നതെന്ന് ചന്ദ്രബാബു പറഞ്ഞു. സാധാരണക്കാരനോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. HIV ബാധിച്ചവർ, ഓട്ടിസം ബാധിച്ചവർ, സാധാരണ കുട്ടികൾ, അതുപോലെ തന്നെ ജയിലിൽ കിടക്കുന്നവർ, തെരുവിൽ ഭിക്ഷയെടുക്കുന്നവർ, ഇവരോടൊപ്പം ക്യാമ്പ് ചെയ്യുകയും ഒപ്പം തന്നെ പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധത്തെ കൂട്ടിയിണക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഈ കോവിഡ് കാലം കഴിഞ്ഞും അതല്ലെങ്കിൽ പ്രളയകാലം കഴിഞ്ഞും ഇപ്പോൾ ഈ സമ്മർ ക്യാമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളേവരെയും ഈ ഒരു ക്യാമ്പ്, കാരണം ഇതൊരു ഉദ്യമമാണ്. ഞാൻ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളതല്ല, എന്തിനു വേണ്ടി നമ്മൾ സാധാരണ മനുഷ്യരിലോടൊപ്പം യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പിന്റെ ഉദ്ദേശം. ഇത് കുട്ടികളിലേക്ക് എത്തും. ഇവിടെ പെൻസിൽ ഡ്രോയിങ്, പെയിന്റിംഗ്, അതുപോലെ തന്നെ ക്രയോൺസ്, അങ്ങനെ വിവിധ മീഡിയങ്ങളും ഒപ്പം ചിരിയും കളിയുമായിട്ട് കുട്ടികളോടൊപ്പം യാത്ര ചെയ്യുന്ന ഈ ഒരു ക്യാമ്പാണ് ഏറ്റവും ഉചിതമായിരിക്കും നമുക്ക് ക്യാമ്പിന് കാണാം. സ്കൂളുകൾക്ക് പുറമെ മറ്റു വേദികളിലും സൗജന്യ ചിത്രകലാ പഠനം ഇദ്ദേഹം പകർന്നു നൽകുന്നുണ്ട്. മാതൃവിദ്യാലയം എന്ന നിലയിലാണ് ചിത്രകലാ ക്യാമ്പിന്റെ ഉദ്ഘാടനത്തിന് നെച്ചിപ്പുഴൂർ ദേവിവിലാസം NSS LP സ്കൂൾ തിരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: ഡോക്ടർ BR അംബേദ്കറുടെ 133ാമത് ജന്മദിനം 2024 ഏപ്രിൽ 14-ാം തീയതി SC/ST ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പൊൻകുന്നം ടൗൺ ഹാളിൽ വെച്ച് ആഘോഷിക്കുന്നു. രാവിലെ 9 മണിക്ക് ജന്മദിന സമ്മേളനം ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ നിർവഹിക്കും.
പൊൻകുന്നം ജനകീയ വായനശാല യുവജനവേദിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കളിച്ചു പഠിക്കാൻ അവസരമൊരുക്കുന്നു. നാടക പരിശീലനം, ശാസ്ത്ര പരീക്ഷണങ്ങൾ, വിവിധ കളികൾ, ഗണിത കേളി, സിനിമാ പ്രദർശനം തുടങ്ങിയവ സംഗമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏപ്രിൽ 12-ാം തീയതി രാവിലെ 10 മണി മുതൽ 12 മണി വരെ ജനകീയ വായനശാലയിലാണ് ആദ്യ കൂടിച്ചേരൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിജയപുരം പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ഇടത് സ്ഥാനാർത്ഥിയുടെ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം. മേറ്റന്റെ നിർദ്ദേശം വിവാദമായി. തൊഴിലാളികളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി. കോട്ടയം മള്ളുശ്ശേരിയിലെ മാലിന്യം തള്ളലിന് പരിഹാരം കണ്ട് നാട്ടുകാർ. മാലിന്യം തള്ളുന്ന കുഴിക്ക് ചുറ്റും വല കെട്ടി പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ വെച്ചു. ശബരി എയർപോർട്ട് പബ്ലിക് ഹിയറിംഗ് ഈ മാസം 15-ന് എരുമേലിയിൽ. ഹിയറിംഗ് നടത്തുന്നത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.